നമുക്കിന്ന് ബേസിക് സയൻസിലെ ഒരു ആനുവൽ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. ഡ്യൂറിംഗ് ദ ക്ലീൻലിനെസ് ഡ്രൈവ് ഹെൽഡ് ആസ് പാർട്ട് ഓഫ് ദി ക്ലീൻലിനെസ് വീക്ക് സെലിബ്രേഷൻസ് ഓൺ ഗാന്ധി ജയന്തി ദ ഫോളോയിങ് തിങ്സ് വെയർ കളക്റ്റഡ്. സോർട്ട് ദ തിങ്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശുചീകരണം നടത്തി. അതിൽ കുറേ കാര്യങ്ങൾ ശേഖരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തു. ആ താഴെ തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സോർട്ട് ദ തിങ്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഈ നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ശേഖരിച്ച കളക്ട് ചെയ്ത ഐറ്റംസ് നമ്മൾ അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സിൽ സോർട്ട് ചെയ്തിടണം. അതായത് കറക്റ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അറേഞ്ച് ചെയ്യാൻ മീൻസ് ഇവിടെയുള്ള ഈ ഐറ്റംസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാമെന്ന് മനസ്സിലാവും. നോക്കിയോളൂ, ഇവർ കളക്ട് ചെയ്ത ഐറ്റംസ് ആണ് ഈ കുട്ടികൾ. ഏതൊക്കെയാണ്? പേപ്പർ, അറിയാലോ പേപ്പർ, പിന്നെ ബനാന ലീവ്സ്, ബനാനയുടെ ലീവ്സ്, പിന്നെ പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ ബാറ്ററീസ്, പേപ്പർ കപ്സ്, തെർമോകൂൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൾബ്സ്, ഗ്ലാസ് പീസസ്, ഷൂ, ബാഗ്സ് ആൻഡ് ക്യാൻഡി കവേഴ്സ്. ഇങ്ങനെയുള്ള ഐറ്റംസാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ പഠിച്ചില്ലേ, 9ാമത്തെ യൂണിറ്റ്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ നമ്മൾ വേസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വേസ്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തത്? ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ്, പിന്നെ ഹസാർഡസ് വേസ്റ്റ് അല്ലേ. അതായത് ജൈവമാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതിൽ തന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ സമഗ്രയിൽ ഇതിൻ്റെ ആൻസർ തന്നിട്ടുള്ളത് തെറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പേപ്പർ കപ്പ് അവർ നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റിലാണ് വച്ചേക്കുന്നത്. പേപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ് തന്നെയാണ് അല്ലേ, ജൈവ മാലിന്യം. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുള്ള ആൻസറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ജൈവ മാലിന്യം അല്ലെങ്കിൽ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് മണ്ണിലോട്ട് അലിഞ്ഞ് ചേരും അല്ലേ, ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട്. അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? പേപ്പർ അങ്ങനെയുള്ളതാണ്. പിന്നെ ബനാന ലീവ്സ്, പേപ്പർ കപ്പ്. അപ്പോൾ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? പേപ്പർ, ബനാന ലീവ്സ്, പേപ്പർ കപ്പ്. ഇനി അടുത്ത നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ്. അതിലേതൊക്കെയാണ് വരുന്നത്? അതിൽ നമ്മുടെ പ്ലാസ്റ്റിക്, അതെ മണ്ണിലിട്ടാൽ അത് കാലങ്ങളോളം മണ്ണിൽ അതേപോലെ തന്നെ കിടക്കും. അങ്ങനെയുള്ള വേസ്റ്റിനാണ് നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ്? പ്ലാസ്റ്റിക് കവർ, ഗ്ലാസ് പീസസ്, ബൾബ്, കോമൻ്റെ, തെർമോകോൾ, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഷൂസ്, ബാഗ്, ക്യാൻഡി കവർ, മിഠായിയുടെ കവർ. ഇതെല്ലാം നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റിലാണ് വരുന്നത്. അടുത്തത് ഹസാർഡസ് വേസ്റ്റ് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വേസ്റ്റ് അല്ലേ, അപകടകരമായ മാലിന്യം. അതിലേതാ വരുന്നത്? മൊബൈൽ ഫോൺ ബാറ്ററിയാണ് അതിൽ വരുന്നത്. ഏത്? ഹസാർഡസ് വേസ്റ്റിൽ വരുന്നത്. അതായത് ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അപകടമാണല്ലോ അല്ലേ. ഇനി ഇതിൻ്റെ കൂടെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ്? അതായത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ വേസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. ഒന്ന്, പ്രിവെൻറ്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം പ്രിവെൻറ്റ് ചെയ്യുക, തടയുക. രണ്ടാമത്തത് റെഡ്യൂസേഴ്സ് ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക. ഈ 2 കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഇവിടെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഷൂ ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ ടർമറിക് മഞ്ഞൾ, ബീട്രൂട്ട് അറിയാലോ, ബീട്രൂട്ട് തന്നെ, മീഥൈൽ ഓറഞ്ച് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിനോൾഫ്തലിൻ. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ ഇതെന്താണെന്ന് നമുക്കറിയാം. ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ. ആൽക്കലിയിലും ആസിഡിലും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫൈ ദ ഗിവൺ തിങ്സ് യൂസിങ് ദ ക്രൈറ്റീരിയ. എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ പറയുന്ന തിങ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് അല്ലേ. നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത സൂചകങ്ങളും പിന്നെ ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഇതിലേതൊക്കെയാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, ഏതൊക്കെയാണ് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം നമുക്ക്. അപ്പോൾ ഏതാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത സൂചകങ്ങൾ? ബീട്രൂട്ട്, ഷൂ ഫ്ലവർ ചെമ്പരത്തിപ്പൂവ്, ടർമറിക് മഞ്ഞൾ, ഇതൊക്കെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ. ഇനി അടുത്തത് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഫിനോൾഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. ഇത് ലബോറട്ടറി ഇൻഡിക്കേറ്ററിന് എക്സാമ്പിളാണ്.
ഇനി ഇതിൻ്റെ അകത്തുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡസ് എനി കളർ ചേഞ്ച് occur when lemon juice is added to paper rubbed with the shoe flower? Explain the scientific reason for this. അതായത് ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഷൂ ഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ റബ്ബ് ചെയ്യുക, അപ്പോൾ ആ പേപ്പറിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ അകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക, ആ പേപ്പറിൽ ലെമൺ ജ്യൂസ് നമ്മളൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാരണം എന്താണ്, സയൻറ്റിഫിക് റീസൺ എന്താണ്? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആണ് ഇതായി കൊടുത്തിട്ടുള്ളത്. വെൻ ലെമൺ ജ്യൂസ് ഈസ് ആഡഡ് ടു എ പേപ്പർ റബ്ഡ് വിത്ത് ഷൂ ഫ്ലവർ. ഒരു ഷൂ ഫ്ലവർ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് റബ്ബ് ചെയ്ത ഒരു പേപ്പറിൽ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദ പേപ്പർ ടേൺസ് റെഡ്. പേപ്പറിൻ്റെ കളർ എന്തായി മാറും? റെഡ് കളറായി മാറും. ചെമ്പരത്തിപ്പൂവ് റബ്ബ് ചെയ്യുമ്പോൾ ആ പേപ്പറിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും. ഈ ബ്ലൂ കളറിലുള്ള ഈ പേപ്പറിൽ നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എങ്ങനെ മാറും? അത് റെഡ് കളറായി മാറും. This is because the citric acid in lemon juice turns blue litmus red. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അസിഡിക് സബ്സ്റ്റൻസ് ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? റെഡാക്കി മാറ്റും. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന സബ്സ്റ്റൻസ് ഏതാണ്? അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഇവിടുത്തെ അസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ആണ്. ലെമൺ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള എന്താണ്? സിട്രിക് ആസിഡ്. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി, ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് ദി ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഈസ് ഗിവൺ ബിലോ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് റേറ്റും പിന്നെ ഇവിടെ പൾസ് റേറ്റും തന്നിട്ടുണ്ട്. കണ്ടോ? താഴെ ഒരു ബോക്സിൽ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, ഏതൊക്കെ 4 കുട്ടികളുടെ, മേരി, റാണി, അജ്മൽ, സുരേഷ്, ഇങ്ങനെ 4 കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് റേറ്റും അതുപോലെ അവരുടെ പൾസ് റേറ്റുമാണ് തന്നിട്ടുള്ളത്. മേരിക്ക് 154 ആണ് ഹാർട്ട് ബീറ്റ് റേറ്റ്, അതുപോലെ പൾസ് റേറ്റും 154 തന്നെയാണ്. ഇനി അടുത്തത്, ഹാർട്ട് റേറ്റ് ആഫ്റ്റർ റണ്ണിങ് ആൻഡ് പ്ലേയിങ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഇനി എന്താണ്, അവർ സ്കൂൾ ഗ്രൗണ്ടിൽ റൺ ചെയ്ത് ഓടി കളിച്ച് അതിനുശേഷമുള്ള അവരുടെ ഹാർട്ട് ബീറ്റ് റേറ്റും പൾസ് റേറ്റും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ മേരിക്ക് 154 ആയിരുന്നു നേരത്തെ ഹൃദയസ്പന്ദന നിരക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എത്രയായി? 200 ആയി. പൾസ് റേറ്റും 200 ആയി. അതുപോലെ റാണിക്കും നേരത്തെ 101 ആയിരുന്നു, ഇപ്പോൾ അത് 160 ആയി അല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം ഹാർട്ട് റേറ്റ് എന്തായി? ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടി അല്ലേ. നേരത്തെ സാധാരണ നോർമലായിട്ടുള്ള ഒരു സമയത്തുള്ള ഹാർട്ട് ബീറ്റ് റേറ്റ് ആയിരുന്നു എടുത്തത്. അതിനുശേഷം അവരെ ഗ്രൗണ്ടിൽ കളിക്കാൻ വിട്ടു. അവർ കളിച്ച് വന്നതിന് ശേഷമുള്ള ഹാർട്ട് ബീറ്റ് റേറ്റ് എടുത്തപ്പോഴാണ് അത് ഒരുപാട് കൂടിയത് അല്ലേ. 200 ആയി ആരുടെ? മേരിയുടേത്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. അനലൈസ് ദ ടേബിൾസ് ഗിവൺ എബോവ് ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. ആ മുകളിൽ ഉള്ള ആ ടേബിൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരണം. നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആ 2 ടേബിളും നോക്കിയിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് അത് നമ്മളിവിടെ എഴുതണം. നോർമലി ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ദ സെയിം. നോർമലി സാധാരണ രീതിയിൽ ഹാർട്ട് റേറ്റും പൾസിൻ്റെ റേറ്റും സെയിം ആണ്. ബട്ട് വി എൻഗേജ് ഇൻ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റീസ്. പക്ഷേ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു. ആൻഡ് എനർജി എഫിഷ്യൻസി ഇൻക്രീസസ്. നമ്മുടെ എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. എനർജി എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഊർജ്ജക്ഷമത നമുക്ക് കൂടുന്നു. ആസ് എ റിസൾട്ട് ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദന നിരക്ക് വർദ്ധിക്കുന്നു. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാം? 1. അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്. ഫാറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യുക. ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. സ്മോക്കിംഗ്, നമ്മുടെ പുകവലി, പിന്നെ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഒക്കെ ഒഴിവാക്കുക. പ്രിവെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ തടയുക. പിന്നെ എക്സസൈസ് റെഗുലർലി. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റിയാണ് കൊച്ചി. വോളണ്ടിയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് മോർ ഡയാലിസിസ് യൂണിറ്റ് സെൻറ്റേർഡ് അറൗണ്ട് കൊച്ചി. സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. ഒരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? പത്രവാർത്ത നിങ്ങൾ നോട്ടീസ് ചെയ്തല്ലോ, ശ്രദ്ധിച്ചല്ലോ. ഇനി 1ാമത്തെ ക്വസ്റ്റ്യൻ, ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ വിച്ച് പേഷ്യൻസ്. ഡയാലിസിസ് എന്ന് പറയുന്നത് ഏത് തരം രോഗികൾക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്? ആൻസർ ഫോർ കിഡ്നി പേഷ്യൻസ് അല്ലേ. നമ്മുടെ വൃക്ക രോഗികൾക്ക്. ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി പാർട്സ് മാർക്ക്ഡ് 1 and 2 ഇൻ ദ പിക്ചർ.
ചിത്രത്തിൽ 1, 2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതാണോ അതിൻ്റെ പേര് നമ്മൾ എഴുതണം. അവിടെ 1 മാർക്ക് ചെയ്തിട്ടുള്ളത് കിഡ്നി, 2 മാർക്ക് ചെയ്തിട്ടുള്ളത് യൂറിനറി ബ്ലാഡർ, അല്ലെങ്കിൽ വെറുതെ ബ്ലാഡർ എന്ന് എഴുതിയാലും മതി കേട്ടോ. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ മറ്റുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ്? അവയുടെ പേര് എഴുതണം. കിഡ്നി ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. അതോടൊപ്പം വേറെ ഏതൊക്കെയുണ്ട്? സ്കിന്നുണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്. അപ്പോൾ കിഡ്നി, സ്കിൻ, ലിവർ, ലങ്സ് ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. 5ാമത്തെ ആക്ടിവിറ്റി. Mother said that I should wash the frozen fish I bought from the market several times before cooking it. She suspected that there was some chemical in it. അതായത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഐസിട്ട ഫിഷ് ഉണ്ടല്ലോ, അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണമെന്ന് അമ്മ പറഞ്ഞു. അതിലേതോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് അമ്മ സംശയിച്ചത്. ഇനി 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദിസ് സസ്പീഷൻ കറക്റ്റ്? അമ്മയുടെ ഈ സംശയം ശരിയാണോ? ആൻസർ വരുന്നത് യെസ്. അമ്മയുടെ ആ സസ്പീഷൻ എന്താണ്? ശരിയാണ് അല്ലേ? യെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? വൈൽ മേക്കിംഗ് ഐസ്, അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NH4Cl ഈസ് ആഡഡ് ഫോർ ദ ക്വിക്ക് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ. വെള്ളം വേഗത്തിൽ കണ്ടൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫിഷ്. ഇത് നമ്മുടെ ഫിഷിനെ പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഈവൻ സ്മാൾ എമൗണ്ട്സ് ക്യാൻ കോസ് ക്യാൻസർ. ഈ അമോണിയം ക്ലോറൈഡ് വളരെ ചെറിയ അളവിൽ പോലും നമ്മുടെ ശരീരത്തിലെത്തിയാൽ അത് ക്യാൻസറിന് കാരണമാകുന്നു. ഇത്രയാണ് നമുക്കിവിടെ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു കീപ് ദ ഫിഷ് ഇൻടാക്ട് ഫോർ എ ലോങ് ടൈം? മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ക്യാൻ ബി സ്റ്റോർഡ്, അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ സൂക്ഷിക്കാമെന്ന്. 1ാമത്തത് ഡ്രൈഡ്, ഉണക്കി സൂക്ഷിക്കാം. 2 സോൾട്ടഡ്, സോൾട്ട് ഇട്ട് നമുക്ക് സൂക്ഷിക്കാം. ദെൻ പിക്കിൾഡ് എന്ന് വെച്ചാൽ അച്ചാറിട്ട്, മീനിന് അച്ചാറിട്ട് നമുക്ക് സൂക്ഷിക്കാം. 4ാമത്തത് ഇൻ ദ റെഫ്രിജറേറ്റർ, നമുക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് മത്സ്യം കേടുകൂടാതെ വയ്ക്കാം. അടുത്ത 6ാമത്തെ ആക്ടിവിറ്റിയാണ്. എ പംകിൻ വൈൻ ദാറ്റ് ഹാഡ് ഗ്രോൺ ബൈ ഇറ്റ്സെൽഫ് ബിഹൈൻഡ് ദ കിച്ചൺ വാസ് ഗ്രോയിങ് വെൽ ബട്ട് ഇറ്റ് ഒൺലി പ്രൊഡ്യൂസ്ഡ് 2 or 3 ഫ്രൂട്ട്. നമ്മുടെ കിച്ചൻ്റെ ബാക്കിൽ ഒരു മത്തങ്ങ ഉണ്ടല്ലോ, പംകിൻ തനിയെ മുളച്ചു വന്നു. പക്ഷേ അതിൻ്റെ അകത്ത് 2 or 3 കായ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതാരാ പറയുന്നത്? യു ഹേർഡ് വാട്ട് ബാബു സെഡ്. ബാബു പറയുന്നത്. ബാബു പറഞ്ഞ കാര്യം ഇത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡൻറ്റ് ഇറ്റ് ഹാവ് മെനി ഫ്രൂട്ട്സ്? എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത്? ഇവിടെ എന്താണ് ആൻസർ? ലാക്ക് ഓഫ് കെയർ. നമ്മൾ നന്നായിട്ട് പരിചരിച്ചില്ല, ആ ചെടിയെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. അടുത്ത 2ാമത്തത് ലോ ഈൽഡിങ് സീഡ്സ്. അത് എവിടെയോ വീണ് കിടന്ന് തനിയെ മുളച്ചു വന്നതല്ലേ, അപ്പോൾ ആ സീഡിന് അത്യുൽപാദന ശേഷി ഇല്ലാത്തതാവാം. അതാണ് ലോ ഈൽഡിങ് സീഡ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം നന്നായിട്ട് ചെടി വന്നെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് പംകിൻ അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കാത്തത്. വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ഫോർ എ ഗുഡ് ഹാർവസ്റ്റ്? നല്ല ഹാർവസ്റ്റ് അല്ലെങ്കിൽ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 1, ഫെർട്ടൈൽ സോയിൽ, നല്ല ബലഭൂഷ്ടിയുള്ള മണ്ണ്. സൂട്ടബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടായിരിക്കണം. പിന്നെ ഗുഡ് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല വിത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും. പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നടീൽ വസ്തുക്കൾ എന്നാണ് കേട്ടോ. നമ്മുടെ സ്റ്റെമ്മൊക്കെ നമ്മൾ നടാറില്ലേ, കാണ്ഡം അല്ലെങ്കിൽ തണ്ട്, അങ്ങനെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത 7ാമത്തെ ആക്ടിവിറ്റി, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ സെയിം പിക്ചറാണ്. ടെക്സ്റ്റിൽ ഒരു എക്ലിപ്സ് കാണിച്ചപ്പോൾ അവിടെ കൊടുത്തിരുന്ന പിക്ചറാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എക്ലിപ്സ് ഡസ് ദിസ് റെഫർ ടു? ഇത് ഏത് എക്ലിപ്സിനെയാണ് കാണിക്കുന്നതെന്ന്. ഇത് ഏത് എക്ലിപ്സാ? ഇതെന്ന് പറയുന്നത് ലൂണാർ എക്ലിപ്സ് ആണ്. ആദ്യം സൺ, പിന്നെ എർത്ത്, പിന്നെ മൂൺ, അല്ലെങ്കിൽ മൂൺ, എർത്ത്, സൺ, MES. നമ്മളന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണത്തിൽ ഗ്രഹണത്തിൽ 3 ഐറ്റംസാണ് വരുന്നത്. അത് ആരൊക്കെയാണ്? നമ്മുടെ സണ്ണും വരും, എർത്തും വരും, മൂണും വരും. അതിൽ ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണത്തിൻ്റെ ഒരു കോഡുണ്ട് MES, അതായത് മൂൺ, എർത്ത്, സൺ.
ഇനി നമ്മുടെ സൂര്യഗ്രഹണമാണെങ്കിൽ സോളാർ എക്ലിപ്സ് ആണെങ്കിൽ എങ്ങനെയാണ് പറയണത്? EMS നമ്പൂതിരിപ്പാടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. EMS അത് ആലോചിച്ചാൽ മതി. എർത്ത്, മൂൺ, സൺ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ MES ആണല്ലോ ഫസ്റ്റ്. ലെഫ്റ്റ് അല്ല, നമുക്ക് റൈറ്റിൽ നിന്ന് പോകാം. റൈറ്റിൽ നിന്ന് പോകുമ്പോൾ ആദ്യം മൂൺ, പിന്നെ എർത്ത്, പിന്നെ സൺ, MES. ഓക്കെ, അപ്പം വിച്ച് എക്ലിപ്സ് ഡസ് ദിസ് റെഫർ ടു? ലൂണാർ എക്ലിപ്സ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെക്യുലിയറിറ്റി ഓഫ് സി ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ സി കണ്ടോ? സി എന്ന് മാർക്ക് ചെയ്തേക്കണ കണ്ടോ? റെഡ് കളറിലാണ് സൺ, നമ്മുടെ ചന്ദ്രൻ ഇരിക്കുന്നത് അല്ലേ, മൂൺ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെക്യുലിയാരിറ്റി എന്താണ്? ദ മൂൺ ഈസ് കംപ്ലീറ്റ്ലി ഹിഡൻ. ആ ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റ്, അതായത് സി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മൂൺ കംപ്ലീറ്റ് ആയിട്ട് ഹിഡൻ ആവുന്നു അല്ലേ, നമ്മുടെ ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുന്നു. ഹെൻസ് ലൂണാർ എക്ലിപ്സ് ഈസ് പോസിബിൾ. അപ്പോൾ അവിടെയാണ് അപൂർണ ചന്ദ്രഗ്രഹണം നടക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഡയറക്ട്ലി ബട്ട് വി ഷുഡ് നോട്ട് ഒബ്സർവ് സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി. റൈറ്റ് ദ മെത്തേഡ്സ് ഓഫ് ഒബ്സർവിങ് സോളാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, കാണാം, കുഴപ്പമില്ല. പക്ഷേ സോളാർ എക്ലിപ്സ് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കാൻ പാടില്ല. അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന്, അപ്പോൾ സോളാർ എക്ലിപ്സ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന്. സോളാർ ഫിൽറ്റർ അല്ലേ, സോളാർ ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പിൻ ഹോൾ പ്രൊജക്ടർ യൂസ് ചെയ്യാം. പിന്നെ ടെലസ്കോപ്പ് പ്രൊജക്ടർ യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സോളാർ എക്ലിപ്സ് കാണാൻ പറ്റും. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭയങ്കര തീവ്രമാണ്. അത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ണിനൊക്കെ പ്രോബ്ലം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയാത്തത്. അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി, എട്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കറണ്ട് കണ്ടീഷൻ ഓഫ് ദി വാട്ടർ ബോഡി? ഈ വാട്ടർ ബോഡിയുടെ കറണ്ട് കണ്ടീഷൻ അല്ലെ, ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണ്? അടുത്ത, വാട്ട് ആർ ദ വേസ് ടു പ്രിവെന്റ് വാട്ടർ പൊല്യൂഷൻ? ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത്, സയൻറ്റിഫിക്കലി സെപ്പറേറ്റ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം, അതിനെ നമ്മൾ സയൻറ്റിഫിക്കലി സെപ്പറേറ്റ് ചെയ്യണം. അതായത് ശാസ്ത്രീയമായിട്ട് വേർതിരിച്ച് അതിനെ ഡിസ്പോസ് ചെയ്യണം, സംസ്കരിക്കണം. രണ്ടാമത്തത്, ഡു നോട്ട് വാഷ് അനിമൽസ്, വെഹിക്കിൾസ് എക്സെട്ര ഇൻ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ വെച്ചിട്ട് ഈ വെഹിക്കിൾസ്, നമ്മുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ അനിമൽസ്, മൃഗങ്ങളെയൊന്നും കഴുകാൻ പാടില്ല. അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് ഫ്രം ഫിഷ് ആൻഡ് ദ മീറ്റ് മാർക്കറ്റിൽ നിന്നും ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റ് ഈ ജലാശയങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുക. അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. എവിടെ നിന്ന്? ഫ്രം ഫിഷ് ആൻഡ് ദ മീറ്റ് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റിൽ നിന്നും മീറ്റ് മാർക്കറ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഉണ്ട്, അപ്പോൾ നമ്മളിവിടെ 3 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് PDF നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് ക്ലാസ് റൂം ശരണ്യ എന്ന് പറയുന്ന ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്